കുട്ടികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റ് ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ചോദ്യ പേപ്പറും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസറുകളുമാണ് പറയുന്നത്. അലിഫ് ടാലന്റ് ടെസ്റ്റ് 2026. ഓക്കെ, അപ്പോൾ മക്കളെ, വീഡിയോയിലെ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ അയക്കുക. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ബാത്തൻ നജ്മു ഡാഷ്. ബാത്ത അല്ലെ, അഹ്വാത്ത് കാനിപ്പെട്ടതാണ്. ബാത്ത വന്നു കഴിഞ്ഞാൽ അൻ നജ്മുവിന് ശേഷം വരുന്ന വാക്ക് ഫത്ഹ് തൻവീനുള്ളതായിരിക്കണം. അപ്പൊ ലാമിഉൻ, ലാമിഅൻ, ലാമിഅൻ, ലാമിഉ. ഏതാണ്? ലാമിഅൻ. ഇതാണ് ഉത്തരം വരിക. ഓക്കെ, ശരിയല്ലേ? അടുത്തത് ഇഖ്തരി ഷാദ്, കൂട്ടത്തിൽ പെടാത്തത്. അല, ഇല, മൻ, ഹത്ത. അലയും ഇലയും ഒക്കെ ഹുറൂഫുൽ ജറിൽ പെട്ടതാണ്. ഹത്തയും കേട്ടോ. മൻ എന്നുള്ളത് ആര്, അതിൽ പെടില്ല. അത് അദവാത്തുൽ ഇസ്തിഫാം, ചോദ്യവാക്കാണ്. മൂന്നാമത്തെ കം അദദു ദവായിർ ഇന്തിഖാബിയ ഫി വിലായത്ത് കേരള. കേരളത്തിൽ എത്ര എന്താണ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് എന്നാണ്. എത്രണ്ട് മക്കളെ? 140 അല്ലെ, 140. മൻഹുവ വസീറുൻ നഖലിൽ ഹാലി ഫി വിലായത്ത് കേരള. കേരളത്തിലെ നിലവിലെ എന്താണ് വസീറുൻ നഖൽ എന്ന് പറഞ്ഞാൽ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? ഗണേഷ് കുമാർ, സി പി ജോൺ, എം ലിജു, ടി സിദ്ദീഖ്. ആരാണ്? സി പി ജോൺ ആണ് ഉത്തരം കേട്ടോ. മൻ തുഅറഫ് ബിസ്മി കമല സുറയ്യ എന്നറിയപ്പെടുന്നത് അമ്മുക്കുട്ടി, വിലാസിനി, വത്സല, മാധവിക്കുട്ടി. മാധവിക്കുട്ടിയാണ് പിന്നീട് കമല സുറയ്യ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, അടുത്തത് അതിന് പുരുത് സി എച്ച് മുഹമ്മദ് കോയ. സി എച്ച് മുഹമ്മദ് കോയ എവിടെയാണ് ജനിച്ചത്? അത്തോളി, കണ്ണൂർ, അത്താണി, മലപ്പുറം. എവിടെയാണ്? അത്തോളി. അത്തോളിയാണ് ഉത്തരം വരിക. അടുത്ത ചോദ്യം, മൻ യൂറഫ് ബി റജുൽ സാറുൽ ഫിൽ ഹിന്ദ്. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ആള്? അബുൽ കലാം ആസാദ്, എ പി ജെ അബ്ദുൽ കലാം, അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്. ഏതാണ്? എ പി ജെ അബ്ദുൽ കലാമാണ് ആര് നമ്മുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത്. അല്ലാഇബൂന ഡാഷ് മിനൽ മൈദാൻ. ലാഇബൂൻ കളിക്കാർ, ഗ്രൗണ്ടിൽ നിന്ന്. ലാഇബൂന അപ്പോ എർജിഉ ഒരാളേ ഉള്ളൂ. തർജിഊന നിങ്ങൾ മടങ്ങുന്നതാണ്. റജഉ അവർ മടങ്ങിയാണ്. അപ്പൊ റജഉ എന്നാണ് ഇവിടെ വരിക. ഓക്കെ, അടുത്തത് മൻ ഖായിദ് മുൻതഖബിൻ ഇറാനി ഫി കൈസിൽ ആലം 2026. വേൾഡ് കപ്പിൽ ഇറാന്റെ ടീം ക്യാപ്റ്റൻ ആരാണ്? അതാണ് സർദാർ അസ്മൂൻ, മഹദി ത്വാരിമി, അലി റിദ, ജഹാൻ ബഹഷ്, ഇഹ്സാൻ ഹാജ് സഫി. ആരാണ്? മഹദി ത്വാരിമിയാണ് ഉത്തരം. മാ മുത്തറാദിഫ് ഗനം. ഗനം എന്ന് പറഞ്ഞാൽ ആട്. ആടിന്റെ അതേ അർത്ഥമുള്ള പദം. ബക്കറ, ഷാത്ത്, ഹിസാൻ, ജാമൂസ്. ഏതാണ്? ആട് എന്നുള്ളതിന് ഷാത്ത്. ബക്കറ പശു, ഹിസാൻ കുതിര, ജാമൂസ് പോത്ത്. ആസിമത്ത് ജംഹൂരിയത്തിൽ മഗ്രിബ്. മഗ്രിബ് മൊറോക്കോയുടെ തലസ്ഥാനം ഏതാണ്? ഏതാ വരിക? തഞ്ച, സമ്മാറ, റിബാത്ത്, മറാക്കിഷ്. റബാത്താണ്, റിബാത്ത് കേട്ടോ. പിന്നെ ഐ സൂറത്തിൻ തബ്ദഉ ബി കലിമത്തി കഫ് ഹായ ഐൻ സ്വാദ്. കഫ് ഹായ ഐൻ സ്വാദ് എന്ന പദത്തിൽ തുടങ്ങുന്ന സൂറത്ത് ഏതാണ്? ഏതാണ്? സി, തൗബയാണ്. മറിയം, ബക്കറ, ആലിമ്രാൻ എന്നല്ല, തൗബയാണ് കേട്ടോ. സോറി 12 A ആണ് കേട്ടോ. A ആണ്, മറിയം സൂറത്താണ് അതിന്റെ ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് മഷ്ഹൂറും ബി KATF. KATFന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാള് അലി മുസ്ലിയാർ എന്നാണ്, കൊളത്തൂർ മൗലവി, ഹാഫിദ് ഇബ്രാഹിം, അബ്ദുറഹ്മാൻ സാഹിബ്. ആരാണ്? അലി മുസ്ലിയാർ അല്ല, കൊളത്തൂർ മൗലവിയാണ്. ഹാഫിദ് ഇബ്രാഹിം, അബ്ദുറഹ്മാൻ സാഹിബ് എന്നല്ല. കമൻട്രി എന്ന വാക്കിന്റെ അറബി എന്താണ്? മസ്രഹിയ, തഅലീഖ്, മുൽസഖ്, ഖുതുബ. ഏതാണ്? മസ്രഹിയ നാടകം, തഅലീഖ് ആണ് കമൻട്രി. മുൽസഖ് പോസ്റ്റ്, ഖുതുബ പ്രസംഗം. സഗീറുൻ ളിദ്ദുഹു കബീർ. അങ്ങനെയാണെങ്കിൽ സഗീറിന്റെ ഓപ്പോസിറ്റ് ആണ് കബീർ. ഇഖ്ലാൽ. ഇഖ്ലാൽ എന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫ്. അപ്പൊ അത് ലാൻഡിങ്ങിന് എന്താ പറയാ? ഹുബൂത്ത് എന്നാണ് ഉത്തരം കേട്ടോ. ഹുബൂത്ത്, ദുഖൂൽ, റുജൂദ്, സുജൂദ് എന്നല്ല. ജമുൽ മുഅന്നസ് സാലിം ലി കലിമത്ത് ബുഖഅ. ബുഖഅ എന്ന പദത്തിന്റെ എന്താണ് ജമുൽ മുഅന്നസ് സാലിം? ബുഖഅത്തുൻ ജമു, ബാക്കിയത്ത് ബുഖആത്ത് ആണ് ഉത്തരം. ബുഖൂഉമല്ല, ബാക്കിയത്തുമല്ല. അൽ-ലുഗൽ അറബിയ. അറബി ഭാഷ. ലുഗത്തു അൽ അലിഫ് നൂന് സീന് ലാദ്. ലുഗത്തുല്ലാത്ത് 9ാം ക്ലാസ്സിൽ അല്ലേ പഠിച്ച വാക്കാണ്. മൻ യൂറബി ഷായിർ നബി.
നബിയുടെ കവി എന്നറിയപ്പെടുന്നത് ഹസാൻ ബിൻ സാബിത്, സുഹൈർ ബിൻ അബി സലമ, നാബിഗ ദുബിയാനി, ഉമ്രുൽ ഖൈസ്. ആരാണ്? ഹസാൻ ബിൻ സാബിത്ത്. ദഹബ മുഹമ്മദൻ ഇലൽ മദ്രസ. മുഹമ്മദ് മദ്രസയിലേക്ക് പോയി. മർക്കൂബൻ, റക്കുബത്തൻ, റാക്കിബത്തൻ, റാക്കിബൻ. ഇവിടെ ഒരു ഹാലാണ് കൊടുക്കുക. മുഹമ്മദ് ആയതുകൊണ്ട് റാക്കിബൻ എന്ന വാക്കാണ് ശരി കേട്ടോ. ഇഖ്തരി സഹീഹ്, ശരിയായ അടുത്ത്. അദ്ഹബു ഇലൽ മസ്ജിദ്, ഞാൻ സ്കൂളിലേക്ക് പള്ളിയിലേക്ക് പോകുന്നു. ദഹബത്ത് മുഹമ്മദ്, ഇത് തെറ്റാണ്. ദഹബ മുഹമ്മദ് എന്നാ പറയേണ്ടത്. ദഹബ മുഹമ്മദ് ഇലൽ മസ്ജിദ്, മുഹമ്മദ് പള്ളിയിലേക്ക് പോയി എന്നാണ്. ദഹബ മുഹമ്മദ് ഇലൽ മസ്ജിദ്, മുഹമ്മദ് പള്ളിയിലേക്ക് പോയി. ദഹബ മസ്ജിദൻ ഇല മുഹമ്മദ്, പള്ളി മുഹമ്മദിലേക്ക് പോയി. അപ്പോൾ ഇതില് ദഹബ മുഹമ്മദ് ഇലൽ മസ്ജിദ് ആണ് കൂടുതൽ ശരി. അദ്ഹബു ഇലൽ മസ്ജിദ് ശരിയാണെന്ന് പറയാം. സി ആണ് ശരിക്ക് ഉത്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ഹബു എന്ന് പറയാൻ കാരണം വെച്ചാൽ ബാക്കി മൂന്നെണ്ണത്തിനും മാലിയാണ് കൊടുത്തിട്ടുള്ളത്. അദ്ഹബു മുദാരിയാണ്. അപ്പോൾ ഏറ്റവും ശരി ദഹബ മുഹമ്മദിൻ ഇലൽ മസ്ജിദ് എന്നാണ്. അപ്പോൾ ഇതാണ് ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.